ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ പൂപ്പാറയിലെ ജീവിതം അവസാനിപ്പിച്ചു. പൂപ്പാറയിലെ ഞങ്ങളുടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇന്നലെ വന്ന റൂം എടുത്തതാണ്. അപ്പം ഇന്ന് വെക്കേറ്റ് ചെയ്യണം ഉച്ചയ്ക്ക് നമ്മൾ. അപ്പം ഇതിനു മുമ്പ് നമ്മൾ പൂളിലെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ പൈസ എല്ലാം കൊടുത്തു. അവിടെ വെച്ചൊരു 2 കപ്പിൾസിനെ പരിചയപ്പെട്ടു. ഒരു ഫ്രണ്ട്സ് ആയിരുന്നു. അവരെ റൂമിൽ മാത്രം ഇരിക്കാൻ വേണ്ടി വന്ന കപ്പിൾസാണ്. അവർ വാലന്റൈൻസ് ഡേ ആയിട്ട് പറഞ്ഞാണെങ്കിൽ ഇന്ന് വാലന്റൈൻസ് ഡേയിലാണ് ഞങ്ങൾ പൂപ്പാറയിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ചേട്ടൻ കുറച്ച് കഴിച്ചു. യേശുവിനും അത്രയും കൊടുത്തില്ല, കാരണം ചോക്ലേറ്റ് അതിന് കൊടുക്കാറില്ല, ഡാർക്ക് ചോക്ലേറ്റ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് അവരെ പരിചയപ്പെട്ടു, സംസാരിച്ചു. എല്ലാം കഴിഞ്ഞ് അവർ റൂമിൽ മാത്രമായിരുന്നു. നമ്മളാണ് റൂമിൽ ഇരിക്കാതെ എല്ലായിടവും കറങ്ങാനൊക്കെ പോയത്. നമ്മൾ റൂമിലിരിക്കാൻ വന്നതല്ലല്ലോ, കറങ്ങാൻ പോകാൻ വന്നതല്ലേ. അങ്ങനെ ഓരോ സ്ഥലങ്ങളും തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പോവുകയും നമ്മൾ പിന്നെ പൂളിന് വേണ്ടിയാണ് ആ റൂം എടുത്തത്. പിന്നെ പൂള് മാക്സിമം നല്ലവണ്ണം എൻജോയ് ചെയ്തോന്ന് വെച്ചാൽ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ തണുപ്പ് നല്ല തണുപ്പായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ വന്നേക്കുന്നത്, നമ്മൾ പോകുന്ന വഴി ഞാൻ കാണിച്ചായിരുന്നു, ആനക്കോട്ടപ്പാറ എന്ന് പറയുന്ന ഒരു പ്ലേസ്. അവിടെ അതിൻ്റെ അകത്ത് തേയിലത്തോട്ടത്തിൻ്റെ അകത്തൂടെ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. 9 മണി തൊട്ട് 6 മണി വരെയാണ് എൻട്രി. അപ്പം അത് നമ്മൾ തേയിലത്തോട്ടത്തിലോട്ട് കയറിയപ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെയാണോ, എവിടെ ആയിരിക്കും. കാരണം പ്രൈവറ്റ് പ്ലേസ് ആണല്ലോ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ, നമ്മളങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല. അപ്പം ആ ബോർഡ് കണ്ടിട്ടാണ് നമ്മൾ വന്നത്. അപ്പം ഇന്ന് അവിടുത്തെ പാർക്കിലെ ആനക്കോട്ടപ്പാറ ഡാമിൻ്റെ ആ ഒരു വിശേഷങ്ങളും അവിടുത്തെ, പിന്നെ നമ്മൾ ഇതിന് ശേഷം പോകുന്നത് കൊളുക്കുമലയിലേക്കാണ്. അവിടുത്തെ കൂടെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കൊളുക്കുമലയിൽ നാളെ എന്തായാലും നമ്മൾ പോയിരിക്കും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു വരവ്. കാരണം എപ്പോഴും ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, തേയിലത്തോട്ടത്തിൻ്റെ അകത്തൂടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇത് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടാണ് പ്ലേസ്. അപ്പം ഞാൻ പറയുന്നുണ്ടായി നിർത്തിയിരുന്നെങ്കിൽ ഞാൻ നടന്നു വരാം, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം. ഇനി അതിൻ്റെ അകത്തോട്ട് കയറി വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ലല്ലോ. തേയിലത്തോട്ടത്തിൻ്റെ അകത്തോട്ട് കയറിയ പിന്നെ അവർ വഴക്ക് പറയില്ലെന്ന് അറിയത്തില്ല. നെറ്റ് വെച്ച് കുറേ സ്ഥലമൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഈ തേയില ഫാക്ടറി പോയപ്പം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക്. അവിടെ പോയവർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മൾ പോകുമ്പോൾ അവർ വഴക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേയില നമ്മുടെ ആ ഒരു പെർഫ്യൂമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിന് ആ ഒരു സ്മെല്ല് വരും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിത് ഇപ്പം എന്തായാലും കണ്ടുപിടിച്ചു. നമ്മുടെ പാർക്ക് ആനക്കോട്ടപ്പാറ, ആനക്കോട്ട നമ്മുടെ ആ ഒരു ഡാം, ഇവിടെ ആനയിറങ്ങൽ ഡാം, ആനക്കോട്ടയല്ല ആനയിറങ്ങൽ ഡാം, അതാണ് സത്യം പറയുന്നത് ഈ പ്ലേസിൻ്റെ. ഡാം എവിടെയാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങ് ദൂരെ കാണുന്നതാണ് ആ ഡാം. ഇതിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു പാർക്ക്. അപ്പോൾ അവിടെ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ പോയി പൈസ എടുക്കണം. അപ്പോൾ എനിക്കും ചേട്ടനും മാത്രമേ അവരെടുത്തുള്ളൂ. അഡൽറ്റിന് 50 രൂപയും ചിൽഡ്രൻസിന് 30 രൂപയാണ്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ അവർ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു എൻട്രി മാത്രമാണ്. അവിടെ ഫുഡ് കോർട്ട് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സംഭവം ഉള്ളൂ. പിന്നെ ബാക്കി അവിടെ എന്തെങ്കിലും ഒരു ഗെയിംസിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് എക്സ്ട്രാ പേ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നല്ല വെയിൽ, നല്ല അടിപൊളി പോലെ വെയിലിരിക്കുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തൊന്ന് സെറ്റാണ്. അപ്പം മേളിൽ കൊണ്ടുപോയി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവരോട് ആരോടെങ്കിലും നമ്മുടെ കൊളുക്കുമലയിലെ ഒരു റൂം എടുക്കുന്നതിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്നുണ്ട്. അപ്പം നമുക്കറിയത്തില്ല, അവിടെയൊക്കെ ഭയങ്കര അന്യായ റേറ്റാണ്. ജീപ്പൊക്കെ ബുക്കിംഗ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിലേക്ക് വിളിക്കണം. അപ്പം നമ്മളിപ്പോൾ ആ ഒരു ഗെയിംസ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്.
പിന്നെ അവിടെ വന്നപ്പോൾ എന്തെങ്കിലും കയറുന്നുണ്ടോ എന്ന് ചേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി റേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങളൊന്നും കയറിയില്ല, പാർക്കിൽ മാത്രം പോവാന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ ആ കൊളുക്കുമലയിൽ ആ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കുമാണ് ടെൻറ്റിനെ പറ്റി പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ടെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കേശവനെ കൊണ്ട് റിസ്ക് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് അത് അതിനെ പറ്റി ചിന്തിക്കത്തുള്ളൂ, അവിടെ പോയി അത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഗെയിം കണ്ടു, ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ടോ എന്ന് ചേട്ടൻ ചോദിച്ചു. ഞാൻ പോടാ പട്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് കേശവന് ഒരു റൗണ്ടൊക്കെ ഓടി കറങ്ങിയിട്ടൊക്കെ വന്നു. ഒന്നിലും കയറാനായിട്ട് നല്ല കരിഞ്ഞ വെയിലായിരുന്നു. ഞങ്ങൾ ഇനി താഴെ പാർക്കിലേക്ക് പോവാണ്. എനിക്കായിട്ട് പണിത മരമാന്ന് തോന്നുന്നു കേട്ടോ. മരം താഴെ ഡാമിന്റെ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇരിക്കാനായിട്ടൊരു ചെറിയ, എല്ലായിടവും കുറച്ച് സ്ഥലത്തൊക്കെ ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ എല്ലാം ഫില്ലാണ് ആൾക്കാർ. അപ്പം നമ്മളിനി താഴേക്ക് പോവുകയാണ്. കേശുവിന് എല്ലാത്തിലും കയറാൻ നോക്കിട്ട് വരാം. അവിടെ നമുക്ക് ബോട്ടിംഗ് ഉണ്ടോ നോക്കിട്ട് വരാം. ബോട്ടൊക്കെ ഉണ്ടോ, ആനയൊക്കെ ഉണ്ടോ. ഞാൻ പോകും. നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴും പറഞ്ഞു ബോട്ടിംഗ് ഇല്ലാന്ന്. ഇവിടെ വന്നപ്പോഴത്തേക്കും ബോട്ട് മാത്രം അവിടെ കിടപ്പുണ്ട്, ബോട്ടിംഗ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. അവർ പറഞ്ഞ പോലെ തന്നെ ആ ചേട്ടന്മാരാണ് KSBയുടെ അല്ലേ ബോട്ടിലേക്ക് ഊട്ടായിരിക്കും എന്ന് പറഞ്ഞത്. അവിടെ വന്ന് ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള പ്ലേസ് ഉണ്ട്, അവിടെ ഇച്ചിരി തണലുണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കുക. കേശൂരിനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഇങ്ങനെ മുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. തണുപ്പുണ്ട് വെള്ളത്തിൽ, പക്ഷെ അങ്ങനെ ഇറക്കാൻ പറ്റില്ലല്ലോ, ഡാമല്ലേ. അപ്പുറത്തെ സൈഡിലാണ് ഡാം. പിന്നെ ചേട്ടൻ പറഞ്ഞു നീ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു, എവിടെയെങ്കിലും ആന കണ്ടാലോ, ആന ഇറങ്ങൽ ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആനയെ പോലും കാണാനില്ലല്ലോ. കുറെ ആനയുടെ ഷേപ്പിൽ കുറച്ച് പാറകളുണ്ട്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കും, അങ്ങനെ വരുമായിരിക്കും. ആനകളൊക്കെ അതിൻ്റെ ആയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ വരാറുള്ളതായിരിക്കും. പിന്നെ ആ വീഡിയോ ചേട്ടനും കേശുട്ടിനും കൂടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പോയി. പിന്നെ ചേട്ടനാണ് ഞാൻ കൊടുത്തത് ഫോൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യ വെയിലത്ത് പോകാനായിട്ട്, ഭയങ്കര ഒന്നാമത്തെ കാര്യം എല്ലാണവും വെയിലും ഈ കൊണ്ട് കരിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ അപ്പുറത്ത് കരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞു തലവേദന അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. കാരണം ഉറക്കമൊന്നും ഈ കൊളുക്കുമല നമ്മളെ പറ്റിച്ച് പോകുന്നുണ്ട്. നമുക്ക് ഭയങ്കര രാവിലെ ഉള്ള എണീക്കലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തലവേദനയാണ്.
ഞങ്ങൾ ടൈം കളയാൻ വേണ്ടി ആണ് കുറച്ച് നേരം വന്നത്. പക്ഷെ വന്ന സമയം ഭയങ്കര ഇതായിപ്പോയി. വൈകുന്നേരം വന്നാൽ മതി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ തണലായിരിക്കുമല്ലോ, കേശുവിട്ട് നല്ലോണം കളിക്കുക. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റൂം എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോവാം എന്നൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം പാർക്കിൽ പോകാനായിരുന്നു എനിക്ക് താല്പര്യം. കാരണം നല്ല വെയിലാണ്, രാത്രി നല്ല അന്യായ തണുപ്പും ചൂടും. അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. രാത്രി തണുപ്പും രാവിലെ ചൂടും. എന്നിട്ട് തന്നെ ഭയങ്കര ഒരു ക്ഷീണവും തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് കൊളുക്കുമലയിലേക്കാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ല. ഇനി റൂമിൽ നിന്ന് തന്നെ കഴിക്കണം, അതൊക്കെ ഇനിയൊക്കെ പ്ലാൻ ചെയ്യണം. അവിടെ ചെന്നിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ചേട്ടൻ ഇതിനിടയ്ക്ക് അവിടെ ഒരു കപ്പിളുണ്ടായിരുന്നു, ഒരു ഹിന്ദിക്കാരാണ്. പുള്ളി പറഞ്ഞു ഫോട്ടോ എടുത്തിട്ടും മതി വരാത്ത ഒരു ഭാര്യയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് പോകുന്നത് വരെ അവർ ഫോട്ടോ എടുപ്പായിരുന്നു. നമ്മളെയും വിളിച്ചു, ചേട്ടനെ എടുത്തു കൊടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഫോട്ടോ എടുത്തെടുത്ത് ആ ഒരു ഹസ്ബൻഡ് ഉരുണ്ടുരുണ്ട് താഴെ വരെ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കവും കയറ്റവും ഇറക്കവും ഒക്കെ ആണല്ലോ. അപ്പം ഭാര്യയുടെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നിട്ട് പുള്ളി ഉരുണ്ട് താഴെ പോയി. അപ്പോൾ പുള്ളി പറഞ്ഞു എത്ര എടുത്തിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഫോട്ടോ എടുത്ത് മതിയാകുന്നില്ല. പിന്നെ ഞങ്ങൾ ട്രൈപോഡ് ഉള്ളതുകൊണ്ട് അതിൽ ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ടടാ ഫോട്ടോ എടുക്കാൻ. ആ ഒരു ഡയലോഗ് പറഞ്ഞ എന്നെ ഫോട്ടോ എടുക്കാൻ നേരം ഞാൻ വലിയ കാര്യത്തിൽ ചിരിച്ചൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുമാതിരി ഡയലോഗ് അടിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ചിരി വരും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചേട്ടനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല അടിപൊളി വ്യൂ. ഫോട്ടോ എടുത്തിട്ട് ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. കേശുവിനാണെങ്കിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ വന്നൊന്നുമില്ല. അവന് ഈ വെള്ളത്തിലിറങ്ങണം, അതാണ് മെയിൻ. വെള്ളത്തിലിറങ്ങണം. പിന്നെ എന്തെങ്കിലും കളിക്കാൻ പോയാൽ അത് കണ്ടിന്യൂസ് കളിക്കത്തൊന്നുമില്ല. എല്ലാത്തിലും ഓടിക്കേറി ഇറങ്ങും അങ്ങനെ. അപ്പം അതിനുശേഷം നമുക്കിനി ഫുഡ് കഴിക്കണം. നമുക്ക് നേരെ കൊളുക്കുമലയിലേക്കാണ്. അപ്പോൾ കൊളുക്കുമല വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. അതും വീഡിയോ മിസ് ചെയ്യാതെ കാണണം എല്ലാവരും. ഞാൻ തൈസിന് എക്സസൈസ് എടുക്കാനല്ല ഇവിടെ വന്നത്, സ്ഥലം കാണാനാണ്. പിടിച്ചില്ലെങ്കിൽ നിന്റെ കൊണ്ടിടിച്ച് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇവിടെ വൈകുന്നേരം പാർക്കിലൊക്കെ വരാൻ ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മളിപ്പോൾ കൊളുക്കുമലയിലേക്കാണ്. കാരണം റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. നാളെ ഇനി വെളുപ്പിന് 4 മണിക്ക് ജീപ്പിൽ പോകണം. അതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊളുക്കുമലയിലേക്ക് നമ്മളിപ്പോൾ പോവാണ്. സൂര്യനെല്ലി കൊളുക്കുമലയുടെ ആ ഒരു ഏരിയയിലാണ് നമ്മൾ റൂമൊക്കെ എടുക്കാൻ പോകണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.